മക്കളെ ഇങ്ക്സ്കേപ്പിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. റെഡിയാണല്ലോ? യെസ്. നമ്മളിപ്പോൾ 2 പ്രാക്ടിക്കൽ ചെയ്തു. ഇനി 3ാമത് പ്രാക്ടിക്കലാണ്. അങ്ങനെ നിരവധി പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി പോകും കേട്ടോ. ചോദ്യം കാണാം. ഓക്കെ, യെസ്, ഇതാണ് ചോദ്യം. കണ്ടോ നിങ്ങൾ? ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഈ മോഡലിൽ കാണുന്ന പോലെ ചിത്രങ്ങൾ വരക്കണം. ഇതെന്താണ്? നമ്മളെ ഈ പൂട്ടുണ്ടല്ലോ, നമ്മളെ ചാവിയൊക്കെ എടുത്തിരിക്കുന്ന പൂട്ട് നമ്മൾ ലോക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? യെസ്. ഇതുപോലത്തെ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ദ എൻഡർ ഇമേജ്. ഇങ്ങനെ ഇത് ഓരോന്നും വരച്ചതിൽ കൂടി ഗ്രൂപ്പ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? SVG ഫയലായിട്ട് നിങ്ങളുടെ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്ത് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഇങ്ക്സ്കേപ്പിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കട്ടെ. ആപ്ലിക്കേഷനിൽ പോവുക, ഗ്രാഫിക്സ് എടുക്കുക, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫയലിൽ പോയിട്ട് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മുടെ ഷോ പേജ് ബോർഡർ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡർ എന്ത് ചെയ്യും? ഇവിടുന്ന് പോയിക്കോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്നും കൂടി കാണേണ്ടതുണ്ട് അല്ലേ? ഒന്നും കൂടി കാണണം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വരക്കാം അല്ലേ? റെഡി അല്ലേ? റെക്റ്റാങ്കിൾ വരക്കാം അല്ലേ? വളരെ സിമ്പിൾ. അങ്ങനെ വരച്ചു. ഓക്കെ, ഇതിന്റെ കളർ ഇതല്ലല്ലോ. അപ്പോൾ കളർ നമുക്ക് മാറ്റണം. കളർ ഏകദേശം ഈ കളറാണെന്ന് വിചാരിക്കുക. ഇതിന് ബോർഡർ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബോർഡർ നമുക്ക് ഇതിന് ഒഴിവാക്കണം. ബോർഡർ ഒഴിവാക്കണമെങ്കിൽ ഒബ്ജക്റ്റിൽ പോയി ഫിൽ ആൻഡ് സ്റ്റോക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് സ്റ്റൈൽ ഉണ്ടാവും. ആ ബോർഡർ പറ്റും അങ്ങോട്ട് മൈനസ് ആക്കിയാൽ മതി. അപ്പോൾ ബോർഡർ പോയി. ഓക്കെ, യെസ്, ഇത് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര റെഡിയാക്കിയേ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നടുവിൽ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരക്കണം അല്ലേ? എന്നിട്ടൊരു സർക്കിൾ വരക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിന് ബ്ലാക്ക് കളർ കൊടുത്തേ. ബ്ലാക്ക് കളർ കൊടുത്തു. യെസ്, എന്നിട്ട് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ചിത്രം ഒന്നും കൂടി കാണണം, മുഴുവനായിട്ടില്ല. ഓക്കെ, ഒന്നും കൂടി ചെറുതാക്കി. യെസ്, ഇതുപോലെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചു. സർക്കിൾ ഇതാ ഇവിടെ മുഴുവനായിട്ടാക്കണേ ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, യെസ്, എന്നിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. റെഡി. ഇപ്പം എത്രയായേ? ഇനി നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഇനി എന്താ? ഇതുപോലൊരു കട്ടിങ് ആണ്. അപ്പോൾ അതൊരു പണിയുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ആദ്യം ബ്ലാക്ക് കളറിൽ ഞാനിങ്ങനെ കൊടുത്തു. ഒരു ബ്ലാക്ക് കളർ സർക്കിൾ വരച്ചു. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഈ സൈഡിലേക്ക് മാറ്റാം. ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ വേറൊരു സർക്കിൾ ഇതിൽ വരച്ചു. അതിന് വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുത്തു. മനസ്സിലാകാൻ വേണ്ടി. രണ്ടും ഒരുപോലെ ആയാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാകും. ഞാൻ ഈ കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേ. ഇതൊന്നും വേണ്ട, സോറി, ഇതാ ഇങ്ങനെ വെച്ചു. അല്ലേ വേണ്ട, സെമി സർക്കിൾ ആക്കാം. അതാണ് വന്നത്. ഇങ്ങനെ ലോജിക്ക് എത്തണം കേട്ടോ. ഇതിനെ പിടിച്ചിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സെമി സർക്കിളാക്കി 180 ആക്കാം. 180. ഓക്കെ, എന്നിട്ട് മുറിക്കാം. അതാവും കറക്റ്റ്. അങ്ങനെ കത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. യെസ് യെസ്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇത് മുകളിലോട്ട് വലിച്ചു. ഓക്കെ, റെഡി. ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ പച്ച കളർ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് കട്ടായി പോകണം. കട്ടായി പോകണമെങ്കിൽ ഇത് രണ്ടും കൂടി ഞാൻ എന്ത് ചെയ്യുക? ആദ്യം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്കിൻ്റെ മുകളിലാണ്, ബ്ലാക്ക് സെമി സർക്കിളിൻ്റെ മുകളിലാണ് ഈ ഗ്രീൻ സെമി സർക്കിൾ കിടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ സെമി സർക്കിൾ നിൽക്കുന്ന എൻ്റെ മുകൾ ഭാഗം മൊത്തമായിട്ട് എന്ത് ചെയ്യണം? അത് കട്ടായി പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പോകാൻ പറ്റിയിട്ട് ഇതാ പാത്തിൽ പോയിട്ട് ഡിഫറൻസ് ക്ലിക്ക് ചെയ്താൽ മതി. ഡിഫറൻസ്. ഓക്കെ, അതായത് പാത്തിൽ പോയിട്ട് ഡിഫറൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണ് കട്ടായി പോകണം അതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് ഡിഫറൻസ് അടിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിച്ചത് എന്താ? ഇത് ബാക്കിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം ബാക്കിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു പണിയില്ല ബാക്കിലാക്കാൻ. എന്ത് ചെയ്യുക?
ഇതിനെ പിടിച്ചിട്ട് ഒബ്ജക്റ്റിൽ ലോവർ അടിച്ചാൽ അപ്പോൾ ലോവറായി ബാക്കോട്ട് പോയി. യെസ്, ഓക്കെ, റെഡി. ഇത്ര പണിയുള്ളൂ, മനസ്സിലായോ? ഇത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തത്. ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ആ കട്ടി നമ്മൾ കട്ട് ചെയ്യുന്നിടത്തുള്ള പ്രശ്നമാണ് കേട്ടോ. ഒന്നും കൂടി ഓക്കെ, ഇതുപോലെ കട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കറക്റ്റായിട്ട് സെറ്റാക്കി. അപ്പോൾ ചെയ്താൽ തന്നെ മതി. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം, ഓൾവേസ് ഗ്രൂപ്പ് ആക്കണം. ഗ്രൂപ്പ് ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ആക്കി. യെസ്, ഇതിപ്പോൾ ഒറ്റന്നായി. ഇനി നമുക്ക് എങ്ങനെ എന്താ ചെയ്യാൻ പറഞ്ഞത്, ജസ്റ്റ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണണമല്ലോ. ക്വസ്റ്റ്യൻ പോയോ? ഇല്ല, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ പോയിട്ട് എന്ത് ചെയ്യണം, SVG ഫയലായിട്ട് സേവ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അതിന് ഫയലിൽ പോവുക, സേവ് ആസ് എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഹോമിലെ X10 എടുത്തിട്ട് അവിടെ 1 2 3 4 ഷിഫ്റ്റ്, മൂന്നാമത്തെ ചോദ്യമല്ലേ? യെസ്, ഓക്കെ, സേവ് അടിച്ചു. ഓക്കെ, ക്ലിയർ. ഇതോടെ അതും കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി നോക്കട്ടോ. നമ്മൾ ചെയ്ത വെച്ചൊക്കെ ഇവിടെ X10 അല്ലേ, 1 2 3, അത് ഒന്നാമത്തെ നേരത്തെ വാട്ടർമെലൺ ഉണ്ടാക്കി, അതേപോലെ ഫ്രെയിം ഉണ്ടാക്കി, ഇപ്പോൾ ഈ ലോക്കും ഉണ്ടാക്കി അല്ലേ, സിമ്പിൾ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത പ്രാക്ടിക്കൽ കാണാം. ബൈ.